മാം ശരി മാം, ചെയ്യുന്ന കഥാപാത്രങ്ങളായാലും ആളുകളുടെ ഉള്ളിലേക്ക് കൃത്യമായിട്ട് ആ കഥാപാത്രം എത്തിക്കാൻ ഒരു കഴിവുണ്ട്. അതിപ്പോൾ ഒരു കലാകാരിയെ സംബന്ധിച്ച ഒരു അംഗീകാരം തന്നെയാണ്. മാഡം ചെയ്തിട്ടുള്ള കഥാപാത്രമെല്ലാം അതുപോലെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ മിന്നൽ മുരളിലെ കഥാപാത്രമായാലും ശരി, അതിനുശേഷം വന്ന ഭാരത സർക്കാരിലെ ഉൽപ്പന്നം അതിലെ കഥാപാത്രം നല്ല നല്ല റെസ്പോൺസുകൾ വന്നതാണ്. പക്ഷേ നമ്മൾ വിചാരിക്കും നല്ല കഥാപാത്രങ്ങൾ കിട്ടി മുന്നോട്ട് പോകുമ്പോൾ ഇനി കരിയർ ഇനി സെറ്റ് കഥാപാത്രങ്ങളൊക്കെ വരുമെന്നുള്ളത്. ശരിക്കും മലയാളത്തിൽ നിന്ന് അങ്ങനെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. നാരായണിയുടെ 3 മക്കളുടെ കഥാപാത്രം എത്രത്തോളം ഡീപ്പാണ്, എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തും? അത് പ്രേക്ഷകർ തന്നെ കണ്ടിട്ട് പറയണം എത്രത്തോളം എത്തും എന്നുള്ളത്. നമ്മുടെയൊക്കെ ഹോപ്പ് എന്ന് പറയുന്നത് മാക്സിമം പ്രേക്ഷകർ ഇതിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഒരു കഥാപാത്രം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. 100% സിൻസിയറിറ്റിയോട് കൂടി അതിന് നമ്മൾ ലൈഫ് കൊടുക്കുകയല്ലേ, ജീവൻ കൊടുക്കുകയാണ്. അപ്പം അത് അതിൻ്റെ 100% കൊടുത്തു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന് നിങ്ങളത് എങ്ങനെ അതിനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഈ തമിഴിലൊക്കെ ചെയ്യുന്ന സമയത്ത് മാസ്സായിട്ട് സൈറ്റാനിലെ വെബ് സീരീസിലെ ആ കഥാപാത്രമൊക്കെ ആയാലും അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു കഥാപാത്രം ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. മലയാളത്തിലേക്ക് വരുമ്പോൾ ഈ സ്ഥിരം സെന്റി അങ്ങനത്തെ ഒരു ഇമോഷണൽ കഥാപാത്രങ്ങൾ നിങ്ങൾ തന്നെ എനിക്ക് സെന്റി അല്ലാത്തൊരു സാധനം തരാൻ പറയൂ ബാക്കിയുള്ളവരോട്. വാട്ട് ഇസ് ദിസ്? ഒരു സ്റ്റീരിയോടിപ്പിസം എന്ന് പറഞ്ഞൊരു സാധനം ആക്കുന്നത് എല്ലാം ശല്യോ കരഞ്ഞു ചെയ്യും. എന്നെ വേറൊരു കഥാപാത്രത്തിലൂടെ വിളിക്കൂ. ഇതിന് ആക്ച്വലി ലുക്കും ഡിഫറെൻ്റ് ആണ്.